2026 നീറ്റ് എക്സാമിനേഷൻ നമ്മൾ വിജയം നേടുക തന്നെ ചെയ്യും. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും വിജയം നേടാനുള്ള ഒരു ട്രിക്കുകൾ പഠിപ്പിക്കുന്ന സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു സ്ട്രാറ്റജി വേണം. എല്ലാ കുട്ടികളും പഠിക്കും, പക്ഷേ അതിൽ നമ്പർ 1 ആകണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്ട്രാറ്റജിയാണ്. ഇനി സ്ട്രാറ്റജിയോടൊപ്പം നിങ്ങൾ ഓരോരുത്തരുടെയും എഫിഷ്യൻസി കൂട്ടാൻ പഠനത്തിൻ്റെ, പരീക്ഷയുടെ, മാർക്കിൻ്റെ, സ്കോർ ചെയ്യുന്നതിലൊക്കെയുള്ള എഫിഷ്യൻസി കൂട്ടാൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണ്ടേ? തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വെറുതെ മോട്ടിവേഷൻ ക്ലാസ് കേട്ടതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാനുള്ള സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അപ്പം ഓൾ ടുഗദർ എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഒരു സിസ്റ്റം കിട്ടിയാൽ മതിയോ? ഒരിക്കലും പോരാ. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് പേഴ്സണലൈസ്ഡ് ആണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലി വേണ്ടതാണ്. അത് തീർച്ചയായും ക്രിയേറ്റ് ചെയ്ത് തരാൻ ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളൊന്ന് വിളിക്കുക. നിങ്ങളെ വീഡിയോ കോളിങ്ങിൽ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് വേണ്ട ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തു തരും. അപ്പോൾ ഇന്ന് ആ സീരീസിൽ നിങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്ട്രാറ്റജിക്കകത്ത് തുടക്കത്തിൽ ചെയ്തു തീർക്കേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ 5 months ആണുള്ളത്. ഈ 5 മാസം നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്തൊക്കെ പോർഷൻസ് ആണ് പഠിക്കാനുള്ളത്, അതെനിക്ക് കൃത്യമായ ഷെഡ്യൂളിൽ പഠിച്ചു തീർക്കാൻ ഓരോ ദിവസവും എത്ര ചാപ്റ്റർ വീതം പഠിക്കണം, അതിൻ്റെ എക്സാമിനേഷൻ എപ്പോൾ എഴുതണം, ഇതെല്ലാം എപ്പോൾ തീരണം എന്നതിനെക്കുറിച്ചുള്ളൊരു സ്ട്രാറ്റജിയാണ്. നമുക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഈ 4 സബ്ജക്റ്റുകൾ ഇനി ഒന്ന് റിവിഷൻ ചെയ്യാൻ. ഈ റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2026 എക്സാമിനേഷന് നമ്മളിപ്പോൾ പഠിക്കണം അല്ലേ? ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്റ്റഡി എന്ന ഡ്യൂട്ടി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം. പിന്നെന്താ ചെയ്യേണ്ടത്? രണ്ടാമത് ചെയ്യേണ്ടത് റിവിഷൻ ചെയ്യണം അല്ലേ? മൂന്നാമത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം അല്ലേ? പക്ഷെ എക്സാമിനേഷന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ദാറ്റ് ഈസ് റാപ്പിഡ് റിവിഷൻ ചെയ്യണം. ഓക്കെ, ഈ റാപ്പിഡ് റിവിഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? എന്താണ് ഈ റാപ്പിഡ് റിവിഷനും തമ്മിലുള്ള ഡിഫറൻസ്? ഇനി പഠിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഈ 5 മാസം കൊണ്ട് ഇതെല്ലാം പഠിച്ചു തീർക്കാൻ പറ്റുമോ? 2 വർഷം പഠിക്കേണ്ട കാര്യങ്ങളല്ലേ? ഇതൊക്കെയല്ലേ മനസ്സിലേക്ക് വരുന്നത്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെന്ററിൽ, അത് ഏത് സെന്ററിൽ നിങ്ങൾ പഠിച്ചോട്ടെ, പഠിച്ചുകൊണ്ടിരിക്കുന്ന സെന്ററിൽ എക്സാമിനേഷൻ എഴുതുമ്പോൾ എനിക്കിപ്പോൾ 500 മാർക്കേ കിട്ടുന്നുള്ളൂ. ഈ 500 വെച്ച് ഒരു MBBS കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ ഫൈനൽ എക്സാമിനേഷന് ഇപ്പോൾ 500 സ്കോർ ചെയ്തിട്ട് ഫൈനൽ എക്സാമിനേഷൻ ആവുമ്പോൾ 700 എത്തിച്ചേക്കാം, അല്ലെങ്കിൽ 600 എബോവ് കിട്ടിയേക്കാം എന്ന് നമ്മൾ വ്യാമോഹിച്ചിരുന്നാൽ നടക്കുമോ? അതും നടക്കത്തില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫൈനൽ എക്സാമിനേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്പീഡ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. അതായത് ഒരു ടീച്ചറിന്റെ കൂടെ നിങ്ങൾ ഒരു 10-30 പേരിരുന്നിട്ട് നിങ്ങളുടെ സ്പീഡിന്റെയും ആക്യുറസിയും കാൽക്കുലേറ്റ് ചെയ്യുന്ന വെറും മോഡൽ എക്സാം സീരീസ് അല്ല, സ്പീഡ് ടെസ്റ്റ് എക്സാമിനേഷൻ സീരീസ് അറ്റൻഡ് ചെയ്യണം. ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ വീട്ടിലിരുന്നാലും നിങ്ങളെ പഠിപ്പിക്കാം, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമുക്ക് അതിനൊരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെ ഇരുന്നോ, വീട്ടിലിരുന്നോളൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളുടെ വിരൽ തുമ്പിൽ ആൽഫ അക്കാഡമി ഉണ്ട്. അപ്പം നമുക്ക് ആദ്യം പഠിക്കേണ്ട സബ്ജക്റ്റിലേക്ക് ഒന്ന് വരാം. ഫിസിക്സ് നമുക്ക് എടുക്കാം. ഈ ഓരോ സബ്ജക്റ്റുകളും നമ്മൾ ഓരോ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ പോവാണ്. ഫിസിക്സ് എന്ന സബ്ജക്റ്റിനെ ഞാൻ ഈ കുറച്ച് സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ ഞാൻ എങ്ങനെയാണൊന്ന് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ടോട്ടൽ പഠിച്ചു തീർക്കാനുള്ള ചാപ്റ്ററിനെ നമുക്കൊരു 13 യൂണിറ്റ് ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അതൊരു പേപ്പറും പെന്നും എടുത്തിട്ട് നിങ്ങൾ ആ പേപ്പറിൽ ഫിസിക്സിന്റെ യൂണിറ്റുകൾ എഴുതണം. 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ചാപ്റ്ററുകൾ നമുക്ക് നോക്കാം. 1ാമത്തെ യൂണിറ്റിനകത്ത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനും 1 ഡയമെൻഷൻ മോഷനും 2 ഡയമെൻഷൻ മോഷനും നിങ്ങൾ എഴുതി വെക്കുക. ഇനി എന്തിനാണ് ഇങ്ങനെ യൂണിറ്റ് ഒക്കെ? ഈ യൂണിറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നറിയാവോ? ഈ ഫസ്റ്റ് യൂണിറ്റിലെ 3 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തീർക്കേണ്ട ഡേറ്റ് നമ്മൾ അങ്ങോട്ട് തരും. അതങ്ങോട്ട് വീട്ടിലിരുന്ന് പഠിക്കുക. നിങ്ങൾക്ക് അതിന് ഓൺലൈൻ സപ്പോർട്ട് വേണമെങ്കിൽ തരാം. ഇനി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഏത് സെന്ററിലാണോ പഠിക്കുന്നത് ആ ടെക്സ്റ്റും മൊഡ്യൂളും നോട്ടും ഒക്കെ വെച്ച് പഠിച്ചോ. എന്നിട്ട് ഈ യൂണിറ്റിന്റെ എക്സാമിനേഷൻ നിങ്ങളുടെ വീട്ടിൽ സാർ അയച്ചു തരും. എന്ത്? ക്വസ്റ്റ്യൻ പേപ്പർ തരും. മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ഒരു യൂണിറ്റിനെ ബേസ് ചെയ്ത് 2026 നീറ്റ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരും. OMR ഷീറ്റ് തരും. ദെൻ ഹിൻസ് ആൻഡ് സൊല്യൂഷന്റെ ഷീറ്റും തരും. അപ്പോൾ ഈ 3 ചാപ്റ്റർ കൃത്യ ദിവസം കൊണ്ട് പഠിക്കേണ്ട ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതൊന്ന് റിവിഷൻ ചെയ്ത് തീർക്കുക. ഫസ്റ്റ് പഠനവും റിവിഷനും ചെയ്തിട്ട് ഈ എക്സാമിനേഷൻ എഴുതുക. മാർക്കൊന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അതിനകത്ത് സംശയങ്ങൾ വന്നോ, മിസ്റ്റേക്കുകൾ വന്നോ, നിങ്ങൾക്കൊരു ഓൺലൈൻ ടൈം തന്നാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട്
ടീച്ചേഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് അതിനകത്ത് സംശയങ്ങളും തീർത്തു തരും. ഇതിനൊക്കെ ഫീസ് ഉണ്ടാവുന്നതാണോ? ഒന്നുമില്ല. ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാം, സൗജന്യമായിട്ട് പഠിപ്പിക്കാം. തയ്യാറായാൽ മാത്രം മതി. അതിനെന്ത് ചെയ്യണം? 13 യൂണിറ്റുകൾ റെഡിയാക്കണം. ഈ 13 യൂണിറ്റിനും ഓരോ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ എഴുതേണ്ട എക്സാമിനേഷൻ, നീറ്റിന്റെ സെയിം പാറ്റേണിൽ എക്സാമിനേഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ വീട്ടിലെത്തും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന് നമുക്ക് ആദ്യം തന്നെ ചെയ്തേക്കാം. ഈ 13 യൂണിറ്റിന്റെ ചാപ്റ്ററിന്റെ പേരൊന്ന് എഴുതാം, ഓരോ യൂണിറ്റ് വൈസ്. ഇനി ഇതിനിടയ്ക്ക് ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ. ആ ട്രിക്കിലൂടെ നമുക്കൊന്ന് പോകാം. 5 യൂണിറ്റ് പറഞ്ഞു കഴിയുമ്പോൾ ആ ട്രിക്കിനെ കുറിച്ച് പറയും. അത് മനസ്സിലാക്കാൻ ഒന്നാമത്തെ യൂണിറ്റ് കണ്ടു. ഇനി രണ്ടാമത്തെ യൂണിറ്റിനകത്ത് നമുക്ക് 2 ചാപ്റ്ററേ ഉള്ളൂ, ലോസ് ഓഫ് മോഷനും വർക്ക് എനർജി പവറും. മൂന്നാമത്തെ യൂണിറ്റിനകത്ത് റൊട്ടേഷൻ മോഷനും ഗ്രാവിറ്റേഷനും. 4ാമത്തെ യൂണിറ്റിനകത്ത് സോളിഡും ഫ്ലൂയിഡും മാത്രം. ദെൻ 5ാമത്തെ യൂണിറ്റിനകത്ത് തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്, തെർമൽ പ്രോപ്പർട്ടീസ്. 6ാമത്തെ യൂണിറ്റിനകത്ത് ഓസിലേഷനും വേവ്സും. അപ്പൊ ഇത്ര യൂണിറ്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇനി എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കാര്യമുണ്ട്. ഈ 6 യൂണിറ്റ് നിങ്ങൾ ഡേറ്റ് വൈസ് പഠിച്ച് തീർത്ത് റിവിഷനും ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ 6ാമത്തെ സീരീസ് കഴിയുമ്പോൾ നമുക്കറിയാം എന്ത് കംപ്ലീറ്റ് ആയി, ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ഇയർ തുടങ്ങാൻ പോവാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് ഇയറിന്റെ ഫുൾ പോർഷന്റെ ഒരു മോഡൽ എക്സാമിനേഷൻ അങ്ങോട്ട് തരും. 180 ക്വസ്റ്റ്യൻസിന്റെ 3 അവേഴ്സിന്റെ 180 മിനിറ്റ്സ് കൊണ്ട് എഴുതാൻ പറ്റുന്ന, നിങ്ങൾ 720 ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള എക്സാമിനേഷൻ. ആ എക്സാമിനേഷൻ നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ കൃത്യമായിട്ട് ടൈം ബൗണ്ടഡ് ആയിട്ട് എക്സാമിനേഷൻ എഴുതാം. നിങ്ങൾക്ക് നിങ്ങളെ സെൽഫ് അസസ് ചെയ്യാം. ഇനി ഇംപ്രൂവ് ചെയ്യിക്കാൻ എന്തെങ്കിലും അഡീഷണൽ ഹെൽപ്പ് വേണമെങ്കിൽ ആ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്തു തരും. തീർച്ചയായും കൃത്യമായ ടൈം ബൗണ്ടഡ് ആയിട്ടൊരു സീരീസിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. ഇനി അതിനുശേഷം സെക്കൻഡ് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, +2 പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. യൂണിറ്റ് 7 ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ഒറ്റ ചാപ്റ്റർ മാത്രം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1ഉം ഇലക്ട്രോസ്റ്റാറ്റിക്സ് 2ഉം. ദെൻ 8ാമത്തെ യൂണിറ്റിനകത്ത് കറണ്ട് ഇലക്ട്രിസിറ്റി മാത്രം. 9ാമത്തെ യൂണിറ്റിൽ മൂവിങ് ചാർജസും മാഗ്നറ്റിസം ആൻഡ് മാറ്ററും. ദെൻ 10th യൂണിറ്റിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, AC ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ദെൻ 11ാമത്തെ യൂണിറ്റിൽ നമുക്ക് റേ ഒപ്റ്റിക്സ് എന്ന ഒരു പോർഷൻ മാത്രം. ദെൻ 12ാമത്തെ യൂണിറ്റിൽ സെമി കണ്ടക്ടറും വേവ് ഒപ്റ്റിക്സും. ദെൻ 13ാമത്തെ യൂണിറ്റിൽ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയസും, ആറ്റംസും ന്യൂക്ലിയയും. ദെൻ ഈ 13ാമത്തെ യൂണിറ്റ് തീർന്നു കഴിയുമ്പോൾ 13 ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇയറിന്റെ ഫുൾ പോർഷൻ എക്സാമിനേഷൻ എഴുതാം. അപ്പോൾ 6 യൂണിറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇയറിന്റെ ഫുൾ പോർഷന്റെ ഒരു മോഡൽ എക്സാമിനേഷൻ എഴുതി. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന 13ാമത്തെ യൂണിറ്റ് സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഇയറിന്റെ ഫുൾ പോർഷൻ മോഡൽ എക്സാമിനേഷൻ എഴുതും. ഇങ്ങനെ ഓരോ യൂണിറ്റും ഫിനിഷ് ചെയ്ത് പോകുമ്പോഴും, ആ ഓരോ ചാപ്റ്റർ ഫിനിഷ് ചെയ്ത് പോകുമ്പോഴും അതിന്റെ എക്സാമിനേഷൻ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാം, നിങ്ങളെ സെൽഫ് അസസ് ചെയ്യാം. ഏതൊക്കെ ലെവലിലാണ് നിങ്ങൾ വീക്കായി നിൽക്കുന്നത്? തിയറി പോർഷനിലാണോ, അതോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസിലാണോ നിങ്ങൾ വീക്കായിട്ട് നിൽക്കുന്നത്? ഇനി ആ ചാപ്റ്ററിന്റെ ഒരു ഇക്വേഷൻ ആണോ നിങ്ങളിൽ നിന്ന് മറന്നു പോകുന്നത്? ഇനി ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യത്തിലാണോ നിങ്ങൾ വീക്കായിട്ട് നിൽക്കുന്നത്? ഇനി ഇവിടെ നമ്മൾ കണ്ടു, റിവിഷനും സ്റ്റഡിയും അല്ല വിജയം തരുന്നത്. പിന്നെന്താണ്? പിന്നെ വരുന്ന റാപ്പിഡ് റിവിഷനും സ്പീഡ് ടെസ്റ്റുമാണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. തുടക്കത്തിൽ ഒരു സീരീസ് മാത്രം തന്ന് അല്ലെങ്കിൽ ക്യാഷ് മേടിച്ച് പഠിപ്പിക്കുന്ന ആ ഒരു സിസ്റ്റം അല്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. നിങ്ങൾ മുഴുവൻ കുട്ടികളുടെയും കൂടെ, നിങ്ങൾ വീട്ടിലിരുന്നാലും പഠിച്ചാലും വേറെ ഏത് സെന്ററിൽ പഠിച്ചാലും നിങ്ങൾക്ക് ഇതിന് പാരലായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരു സിസ്റ്റത്തിന്റെ പാർട്ടായിട്ട് നിങ്ങൾക്ക് പോകാം. കൃത്യമായി ടൈം ബൗണ്ടഡ് ആയിട്ട് പോകാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടെന്നേ. ഈ 13 യൂണിറ്റുകളും കൃത്യമായിട്ട് ഫിനിഷ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വിചാരിക്കും, അപ്പൊ സാറേ 13 യൂണിറ്റും ഫിസിക്സ് തന്നെ പിടിച്ചോണ്ടിരിക്കണോ? അപ്പൊ അതിനിടയ്ക്ക് കെമിസ്ട്രി ഇല്ലേ, അതിനിടയ്ക്ക് ബയോളജി ഇല്ലേ? അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പഠിക്കുന്നതല്ലേ നല്ലത്? തീർച്ചയായിട്ടുമാണ്. അതിന് ഫിസിക്സിന്റെയും കെമിസ്ട്രിയും ഇനി ബയോളജിയുടെയും യൂണിറ്റുകൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്, ആ ഓരോ യൂണിറ്റിൽ നിന്നുള്ള പരീക്ഷയുടെ ഡേറ്റുകൾ എന്താണ്, ഇതെല്ലാം നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കും. ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങളൊന്ന് വിളിക്കുക, ഒന്ന് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾ ഒരു വാട്സപ്പ് യൂണിറ്റിലേക്ക്, നിങ്ങളെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കും. ഓരോ യൂണിറ്റുകളും നടത്തേണ്ട റിവിഷൻ ചെയ്യേണ്ട പോർഷൻസിന്റെ ടോപ്പിക്കുകൾ അയച്ചു തരും. നിങ്ങൾക്ക് എക്സാമിനേഷൻ സീരീസുകൾ അയച്ചു തരും. നിങ്ങളെ എല്ലാ ഹെൽപ്പും ചെയ്യും. 100% ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും
ഏറ്റവും നല്ല ക്വസ്റ്റ്യൻ പേപ്പർ 2026 എക്സാമിനേഷൻ സീരീസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന വെരി സിമിലർ ആയിട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സീരീസുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളെ അസസ് ചെയ്ത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്തെങ്കിൽ ഇനി കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും യൂണിറ്റ് ടെസ്റ്റുകളെ കുറിച്ച് അടുത്ത ദിവസം തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനോടൊപ്പം ഈ പഠിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല ക്യാപ്സ്യൂൾ നോട്ടുകൾ, ഏറ്റവും നല്ല സ്പീഡ് ടെസ്റ്റിനുള്ള ട്രിക്കുകൾ, ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം ബയോളജിയിലെയും ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. കാരണം 25 വർഷമായിട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഏറ്റവും നല്ല വിജയം ആലപ്പുഴയിൽ നിന്ന് കൊടുക്കുകയാണ് ആൽഫ അക്കാഡമി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം 25ാമത്തെ വർഷമാണ് ആൽഫ അക്കാഡമിയുടെ. അതിന്റെ സെലിബ്രേഷന്റെ പാർട്ടായി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും സൗജന്യമായി പഠിക്കാൻ ആൽഫ അക്കാഡമി സ്കോളർഷിപ്പോടെ പഠിപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ സൗകര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. ഏറ്റവും നല്ല വിജയം കഴിഞ്ഞ വർഷം 720 710 മാർക്കോടെയാണ് നമ്മുടെ കുട്ടികൾ മിന്നും വിജയം നേടിയത്. 5ാമത്തെ റാങ്കുകൾ ഉൾപ്പെടെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ടോപ്പ് റിസൾട്ടുകൾ അച്ചീവ് ചെയ്തത്. അതേപോലൊരു സിസ്റ്റം നിങ്ങളെ കൈപിടിച്ച് നടത്താൻ, നിങ്ങളുടെ സ്ട്രെസ്സിനെ മാറ്റിവെപ്പിക്കാൻ, ഏറ്റവും നല്ല വിജയത്തിലെത്തിക്കാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കൃത്യമായി പഠിക്കുക, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, കൃത്യമായ വിജയം നേടുക. അതാണ്, ആ സപ്പോർട്ടിനാണ് ആൽഫ അക്കാഡമി നിങ്ങളോടൊപ്പം കൂടെയുള്ളത്. 2026 നീറ്റ് എക്സാമിനേഷന് വേണ്ട ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും യൂണിറ്റ് വൈസ് സ്പ്ലിറ്റപ്പുകളും എക്സാമിനേഷൻ സീരീസുകളും അതുപോലെ ലൈവ് ഇന്ററാക്റ്റീവ് ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷന്റെയും എല്ലാം ഷെഡ്യൂളുകളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. പുതിയ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.